അതുകൊണ്ട് ഇന്നത്തെ ഡിസ്ട്രിബ്യൂട്ടർ നാളത്തെ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആകും. സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് പിന്നീട് ലീഡർ ആയിട്ട് മാറുന്നത്. നമുക്കറിയാം, ലീഡർമാർക്കാണ് ഇതിൽ വരുമാനം കിട്ടുന്നത് എന്നത് ശരി തന്നെയാണ്. പക്ഷേ ലീഡർ ആകാൻ ഇതിൽ ഏതൊരാൾക്കും തീരുമാനമെടുത്താൽ സാധിക്കും. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ള കഴിവുകളൊന്നും വേണ്ട. ലീഡർ ആകാനുള്ള തീരുമാനമെടുത്താൽ മതി. അങ്ങനെ തീരുമാനമെടുത്ത ഒരുപാട് ആളുകളാണ് ഇന്നത്തെ ഈ ഹൈഫ്ലേസ് മീറ്റിംഗിൽ പങ്കെടുത്തത്. എല്ലാവർക്കും ഉയർന്ന രീതിയിൽ വിജയിക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ സർവശക്തൻ തരട്ടെ. ആദ്യമായി ഇന്ന് നമ്മളെയൊക്കെ ജീവിക്കാൻ, ഇന്നത്തെ ദിവസത്തിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ ഭാഗ്യം നൽകിയ സർവശക്തനെ നന്ദിയോട് സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ബിസിനസ്സിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് വലിയ മുതൽ മുടക്കില്ലാതെ നമ്മൾ സീരിയസ് ആകാതെയാണ് ചില ആളുകൾക്ക് ബിസിനസ്സിലേക്ക് കയറി വരുന്നത്. എന്നാൽ പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ ബിസിനസ്സിന്റെ സാധ്യതകളും ഈ ബിസിനസ്സിൽ വിജയിച്ച ആളുകളും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കും. അപ്പോഴാണ് ഈ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചിലപ്പം പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിലക്കുറവിൽ കിട്ടാനൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാനും അങ്ങനെ തന്നെയാണ്. ഉൽപ്പന്നങ്ങളെ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷെ ഇതിലൊരു ബിസിനസ് അവസരം പിന്നീടാണ്, പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് ഇതിലൊരു ബിസിനസ് ഉണ്ട്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, എന്നെ പോലുള്ള ഒരുപാട് ആളുകൾ ഇതിൽ വിജയിച്ചത് ഞാൻ കണ്ടപ്പോഴാണ് ഇത് തീരുമാനമെടുത്തത്. തീരുമാനമെടുത്തതിന് ശേഷം ഒരൊറ്റ ഹൈഫ്ലേസ് മീറ്റിങ്ങും അല്ലെങ്കിൽ ഒരൊറ്റ BOPയും ഇതിൽ ഞാൻ പാഴാക്കിയിട്ടില്ല. BOP മാത്രമല്ല, ലീഡർമാർ തീരുമാനിക്കുന്ന എല്ലാ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു. അതാണ് ഈ ബിസിനസ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം. നമ്മളെല്ലാവരും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്നവരൊക്കെ ആദ്യമായി ചെയ്യേണ്ടത് ഈ ബിസിനസിന്റെ പ്രോഗ്രാമുകളൊക്കെ മുടങ്ങാതെ പങ്കെടുക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയും, മീറ്റിംഗ് അല്ലേ, എന്നും മീറ്റിംഗ് തന്നെയാണ്, പല തരത്തിലുള്ള മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ കേട്ടതല്ലേ പിന്നെയും കേൾക്കുന്നത് എന്നൊക്കെ ഓരോരുത്തർ അഭിപ്രായം പറയുന്നുണ്ടാവും. എന്നാൽ നമുക്ക് പറയാനുള്ളത്, കേട്ട തന്നെയാണ് വീണ്ടും വീണ്ടും കേൾക്കേണ്ടത്. കാരണം ഓരോരോ പ്രോഗ്രാമുകളും നമ്മളെ മൈൻഡ് സെറ്റുകൾ മാറ്റം വരുത്തുന്നുണ്ട്. അതായത് കഴിഞ്ഞ ക്ലാസ്സില് നമ്മളെ ഷുഹൈബ് സാറ് പറഞ്ഞ രൂപത്തില് നമ്മളെ മനസ്സിലുള്ള ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ മനസ്സിൽ മാറ്റം വരുത്തണമെങ്കിൽ, ഉറച്ച തീരുമാനമാക്കണമെങ്കിലൊക്കെ നിരന്തരമായി ഇത് കേട്ടുകൊണ്ടേയിരിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ SPGയുടെ ലീഡേഴ്സ് നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇട്ടുതരുന്നത്. ആദ്യമായി സക്സസ് സ്പ്രീറ്റ് ഗ്ലോബൽ എന്ന ഈ ഓർഗനൈസേഷൻ, അതിന്റെ ഫൗണ്ടേഴ്സ് ഫാമിലി ആയ നമ്മുടെ മനോജ് സാറിനും അതുപോലെ തന്നെ ലതാ മാഡത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മൾ നയിക്കുന്ന ഒരുപാട് ഈ ലീഡേഴ്സ്, ITC മുതൽ നമ്മളെ SPGയുടെ എല്ലാ ലീഡേഴ്സിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് കൈപിടിച്ചുയർത്തിയ SPGയിലെ ടീം ടൈറ്റൻസിന്റെ അമരക്കാരൻ നിഷാന്ത് സാറിനും ആയിഷ മഠത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ വളർച്ചയും തളർച്ചയും ഒക്കെ നോക്കിക്കൊണ്ടുകൊണ്ട് എന്റെ മെന്റർ പ്രത്യേകിച്ചും നിഷാന്ത് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ ഈ ബിസിനസ്സിനെ നോക്കിക്കാണുമ്പോൾ ഓരോ പ്രോഗ്രാമുകളും ഈ ബിസിനസിന്റെ സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം GTS, നമ്മൾ ആഴ്ചകൾ തോറും നടത്തി വരുന്ന ഞായറാഴ്ചകളിൽ നടക്കുന്ന മലപ്പുറം GTS, ഒരു പോസ്റ്റർ അടിക്കാതെ അല്ലെങ്കിൽ ഒരു അനൗൺസ് ചെയ്യാതെ ഒരു നോട്ടീസ് അടിക്കാതെ ആഴ്ചകൾ തോറും ഇത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം മലപ്പുറം ജില്ലയിൽ ഇല്ല എന്ന് തന്നെ പറയാം. വ്യത്യസ്തമായ മതത്തിലും വ്യത്യസ്തമായ പാർട്ടിയിലും അതുപോലെ തന്നെ ജാതിയിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ ഒരേ മാലയിലെ മുത്തുമണികൾ പോലെ കോർത്തിണക്കിക്കൊണ്ട് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലീഡേഴ്സ് അണിനിരക്കുന്ന വലിയ വലിയ അച്ചീവ്മെന്റുകൾ കാഴ്ചവെച്ചുകൊണ്ട് ദിവസം തോറും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അത് ഒന്നേ ഉള്ളൂ. അതാണ് നമ്മളെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ബിസിനസ് പ്രോഗ്രാം. ഇത് തന്നെയാണ് ഇതിന്റെ വളർച്ച. കഴിഞ്ഞ ആഴ്ചയൊക്കെ സ്റ്റെപ്പിൽ വരെ ആളുകളാണ്, കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ മണിക്കൂറുകളും നിന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ബിസിനസിന്റെ വളർച്ചയാണ്. ഈ ബിസിനസിനെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ പ്രോഗ്രാമിൽ മാത്രം പങ്കെടുത്താൽ മതി. മലപ്പുറം GTS മുടങ്ങാതെ പങ്കെടുത്താൽ തന്നെ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബിസിനസ് നമ്മൾ അറിയാതെ തന്നെ വളരും.
അപ്പോൾ നല്ല നല്ല പ്രോഗ്രാമുകളാണ് ഈ ബിസിനസ്സിൽ നമ്മളൊക്കെ തീരുമാനമെടുപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരും ഈ വിജയിക്കണമെന്നില്ല. വിജയിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, എന്നാൽ പരാജയപ്പെടാനും കുറെ കാര്യങ്ങളുണ്ട്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോഗ്രാമുകൾ നമ്മൾ മുടങ്ങാതെ പങ്കെടുക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി. അപ്പോഴാണ് നമ്മൾ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആവുള്ളൂ. രണ്ടാമതായി സീരിയസ് ഡിസ്ട്രിബ്യൂട്ടറുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ആ ഡിസ്ട്രിബ്യൂട്ടറെ കയ്യില് കുറച്ച് പ്രൊഡക്റ്റ് എങ്കിലും ഉണ്ടാകും. നമ്മളെ കമ്പനിന്റെ പ്രൊഡക്റ്റുകൾ കൊടുക്കാനും വാങ്ങാനും ഉപയോഗിക്കാനുമാണ് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ തീരുമാനിക്കേണ്ടത്. ആദ്യമായി നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 5000 റുപ്യക്കോ അല്ലെങ്കിൽ 10000 റുപ്യക്കോ ഉൽപ്പന്നം വാങ്ങി അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ വാങ്ങുന്നില്ല, കൊടുക്കുന്നില്ല, അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ അല്ല. ചുരുങ്ങിയത് ഒരാൾക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിൽ വേണം. അങ്ങനെ പോകുമ്പോഴാണ് ആ പറഞ്ഞ ആള് നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത്, ഞാൻ ഉൽപ്പന്നം വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് നമുക്ക് പറയുമ്പോൾ അവിടെ തന്നെ ഒരു കച്ചവടം നടക്കും. അത് പിന്നെ നമ്മൾ വീക്ക് സൈഡിൽ പർച്ചേസ് ചെയ്താൽ മതി. ഇങ്ങനെ അവരെ ഐ ഡി തന്നെ വീണ്ടും ആ 1000 റുപ്യക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 1000 റുപ്യന്റെ സാധനം അവരെ ഐ ഡി വാങ്ങുക. അങ്ങനെ നമുക്ക് എന്താ ചെയ്യുക, അവരെ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടറാക്കി പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടറായി അവരുടെ ലിസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് ആ ലിസ്റ്റിലൂടെ അവരുടെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്കും വരുമാനം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമുക്ക് മാറ്റാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ആദ്യമായി ചെയ്യേണ്ടത് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ഒരുപാട് കാര്യങ്ങൾ പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കും സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ. നമ്മള് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് പിന്നീട് ലീഡർമാരായിട്ട് മാറുന്നത്. ഇതിന്റെ 4 ബേസിക്, അതുപോലെ തന്നെ 5 ഫിംഗർ, വെരി 007, അതുപോലെ 3 നെവേഴ്സ് തുടങ്ങിയ നമുക്ക് ഇതിന് ഒരുപാട് നിയമാവലികളുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഈ ബിസിനസ്സിനുണ്ട്. മറ്റുള്ള എല്ലാ ബിസിനസ്സിനും ട്രഡീഷണൽ ബിസിനസിന്റെ രൂപത്തിലല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്. ഇതിന് ഇതിൻ്റെതായ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ ഓരോരുത്തരും അത് പാലിക്കുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ലീഡർ പറയും നിങ്ങൾ ലിസ്റ്റ് ഇടണം. നിങ്ങൾ ചുരുങ്ങിയത് 210 ആളുകളെ ലിസ്റ്റ്, സ്റ്റാർട്ടിങ്ങിൽ 100 ആളിട്ടാൽ മതി, പിന്നെ അത് 210ലേക്ക് മാറണം. ഇത് പറയുമ്പോ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ പറയും എന്റെ മൈൻഡിൽ ഒരുപാട് നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ എന്റെ ഫോണിൽ 100 കണക്കിന് നമ്പർ ഉണ്ട്, പിന്നെ ഞാൻ ഇതിനപ്പം ലിസ്റ്റ് ഇടണത്. ഈ ലിസ്റ്റ് ഇട്ടാലാണ് നമുക്ക് ഇതില് ഒരു ഗ്രിപ്പ് കിട്ടുള്ളൂ. അതായത് നമ്മുടെ ഈ ബിസിനസിന്റെ 4 ബേസിക്, ഇതിന്റെ തറയാണ് ഈ ഇത്. തറടാതെ നമ്മൾ മുകളിലേക്ക് ബിൽഡിംഗ് കയറ്റി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് പെട്ടെന്ന് പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മുടെ ബിസിനസ് നിന്ന് പോകാനും നമ്മുടെ ബിസിനസ്സിൽ തകരാനും സാധ്യതയുണ്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ നമ്മൾ പ്ലാൻ പറയുമ്പോൾ പറയും ഞാൻ ആ ബിസിനസ്സിൽ ജോയിൻ ചെയ്തതാണ്, ഞാൻ പ്രൊഡക്റ്റ് എടുത്തതാണ്, ഞാൻ അതിൽ വിജയിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മളെ അയൽവാസി അത് ചെയ്തിട്ടുണ്ട്, അയാൾ അതിൽ വിജയിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത് അയാൾ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ 4 ബേസിക്കില് 4 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. ലിസ്റ്റ് നമ്മൾ എഴുതുക തന്നെ വേണം. അത് ഒരു ഡയറി വാങ്ങിയിട്ട്, ഇപ്പൊ പുതിയ ഡയറി വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ ബുക്ക് സ്റ്റാളിലൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ ഡയറി പകുതി വിലക്ക് കിട്ടും. ഇത് വാങ്ങിയിട്ട് നമ്മൾ എന്താക്കണം, അതിൽ ലിസ്റ്റ് തന്നെ ചെയ്യണം. ആ ലിസ്റ്റ് ആണ് നമുക്ക് ഇതിൽ വിജയിക്കാനുള്ള ഗ്രിപ്പ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ 4 ബേസിക് 1, 2, 3, 4 ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഇത് വട്ടത്തിലാണ് എഴുതേണ്ടത്. വട്ടത്തിൽ എഴുതണം, ഒരു ചക്രം പോലെ. ഒന്നാമതായിക്കൊണ്ട് എഴുതേണ്ടത് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. രണ്ടാമതായിട്ട് അതിന്റെ നേരെ വട്ടത്തിൽ എഴുതേണ്ടത് ഇൻവൈറ്റിംഗ് ആണ്. മൂന്നാമതായിട്ട് ഷോ ദ പ്ലാൻ. നാലാമതാണ് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്. ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഇത് ഒരു എത്രത്തോളം കറങ്ങണം എന്ന് വെച്ചാൽ ITC ആയാലും അതുപോലെ തന്നെ ഡയമണ്ട് ആയാലും ഇനി ക്രൗൺ ഡയമണ്ട് ആയാലും ഈ 4 കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഞാനാണെങ്കിലും അതുപോലെ തന്നെ എന്റെ മെന്റർ നിഷാന്ത് സാർ ആണെങ്കിലും ആയിഷ മാഡാണെങ്കിലും അതുപോലെ തന്നെ മുബീൻ സാർ ആണെങ്കിലും അൽതാഫ് സാർ ആണെങ്കിലും ഷുഹൈബ് സാർ ആണെങ്കിലും അതുപോലെ ഇസ്മായിൽ സാർ ആണെങ്കിലും ഒക്കെ ഈ 4 കാര്യമാണ് ചെയ്യുന്നത്. വിജയിച്ച ആളുകളും വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും വിജയിക്കാൻ പോകുന്ന ആളുകളും ഈ 4 കാര്യമാണ് ഇതിൽ ചെയ്യേണ്ടത്. നമ്മളെ ബിസിനസ് നിൽക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ കറക്കം നിൽക്കുമ്പോഴാണ്. ഈ 4 ബേസിക്കിന്റെ കറക്കം എപ്പോഴാണോ നിൽക്കുന്നത് അപ്പം നമ്മളെ ബിസിനസ് നിൽക്കും.
അതായത് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ 4 കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളൂ. ഇപ്പൊ ഒരു ഡയമണ്ടിന് പിന്നെ റോയൽ ഡയമണ്ട് ആകണമെങ്കിൽ വീണ്ടും ലിസ്റ്റിലേക്ക് തന്നെ പോകണം. ലിസ്റ്റിലേക്ക് പോയിട്ട് ഈ 4 കാര്യങ്ങൾ വീണ്ടും ചെയ്യണം. ഇത് എത്രത്തോളം സ്പീഡിലാണ് നമുക്ക് കറക്കാൻ പറ്റുക, അത്രത്തോളം സ്പീഡിൽ നമുക്ക് ഇതിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാനും റാങ്ക് മാറാനും വലിയ രീതിയിൽ വിജയിക്കാനും സാധിക്കും. ഇത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാല് ഈ ടയറിന്റെ പിന്നെ ഇതുണ്ടാവുമല്ലോ, ടയറിന് ഓരോ ഗ്രിപ്പ് ഉണ്ടാവുമല്ലോ, ഓരോ ടയറിന് തേയാത്ത ടയറിന് ഉണ്ടാകുന്ന ഗ്രിപ്പ്, ആ കട്ട, ഈ കട്ടയാണ് ഈ ലിസ്റ്റ്. 210 കട്ട ഉണ്ടാവും ഇതിന് ശരിയായ സ്റ്റാർട്ടിങ്ങില്. പിന്നെ വലിയ ലീഡർമാരാകുമ്പോ 210 വീണ്ടും ആളുകളെ ചേർക്കണം. ആളുകളെ റിക്രൂട്ട് ചെയ്യാതെ ഈ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ലിസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. ഈ ലിസ്റ്റാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ ഇതിന്റെ ഗ്രിപ്പ്. ലിസ്റ്റ് എപ്പോഴാ തീരുക, അപ്പൊ നമ്മൾ ഗ്രിപ്പും തീരും, അപ്പൊ കറക്കം നിൽക്കും. അതുകൊണ്ട് ഇതൊരു കറങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഈ 4 കാര്യങ്ങൾ. ഇതെല്ലാം ആരൊക്കെയാണോ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണോ ഈ ലിസ്റ്റ് ഉള്ളത്, അവരാണ് ഇതിൽ നാളത്തെ കോടീശ്വരന്മാരായിട്ട് മാറുന്നത്. നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും ഈ ബിസിനസ്സിൽ വലിയ കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കണം. ലീഡർ പറയുമ്പോൾ അത് വെറുതെ എന്തിനാ ഞാൻ ലിസ്റ്റ് എന്റെ ഫോണിൽ 210 അല്ല 2200 ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ അവർ ഈ ബിസിനസ്സിൽ ഈ കറക്കം നിൽക്കുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഫോർ ബേസിക് ഇതിന്റെ മെയിൻ ഘടകമാണ്. ഇത് തയ്യാറാവുക, ഇതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് പോയി ഇരുന്നു കൊണ്ട് ഒരു ലീഡർ ചെയ്യേണ്ടത് ഈ ലിസ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. എന്നിട്ടാണ് ആ ഡിസ്ട്രിബ്യൂട്ടറുടെ മീറ്റിംഗ് വെക്കേണ്ടതും ആളുകളെ കാണേണ്ടതും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു 8-10 ആളുകളെ കണ്ടിട്ടും ഒരാളും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് പെട്ടെന്ന് മടുപ്പ് വരും, അല്ലെങ്കിൽ നിർത്തിപ്പോകും. എന്നാൽ ഈ ലിസ്റ്റ് ഇട്ട ലീഡർ ആണെങ്കിൽ ഇപ്പൊ ഞാൻ 10 പേരെ കണ്ടിട്ടുള്ളൂ, ഇനി 200 ആളുകളെ ഇനിയും കാണാനുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ കയറുകയും വീണ്ടും ആ ലിസ്റ്റിലേക്ക് നോക്കുകയും വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അയാള് ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനിയുടെ ടീം കോർഡിനേറ്ററും ഏരിയ ടീം കോർഡിനേറ്ററും ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററും ആയി മാറും. അതുകൊണ്ട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മളെല്ലാവരും സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ 210 ആളുകളെ ലിസ്റ്റ് ഇടുക എന്നുള്ളതാണ്. അത് പിന്നെ ഇൻവൈറ്റ് ചെയ്യുക. ഇൻവൈറ്റ് ചെയ്യേണ്ട രൂപമൊക്കെ ലീഡർമാര് പറഞ്ഞു തരും. അതുപോലെ തന്നെ 4 ബേസിക്കും പിന്നെ 5 ഫിംഗറും 3 നവൈസും വെറി 007ഉം ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ലീഡറോട് ചോദിച്ചുകൊണ്ട് NDO ആണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ലീഡറെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഇതാണ് ഇതിന്റെ നിയമങ്ങൾ. ഇപ്പോ ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാംകാരെ 5 ഉണ്ട്. ഈ 5 കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നവരാണ് ഈ മുസ്ലിം ആവുകയുള്ളൂ, അതിൽ വിജയിക്കുകയുള്ളൂ. അതില് 3 ചെയ്തു 2 ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കൂല. 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്ത് ഞാൻ കൊടുക്കൂല, ഹജ്ജ് ഞാൻ ചെയ്യൂല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യൂല, അതൊക്കെ പിന്നെ ആവശ്യമുള്ളവർ ചെയ്താൽ മതി, എന്നോട് അതിനൊന്നും കഴിയൂല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല, അയാള് സ്വർഗത്തിൽ എത്തൂല. അതുപോലെ തന്നെയാണ് ഈ ബിസിനസിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആവലാണ്. ഡയമണ്ട് ആകണമെങ്കിലും ഇതിൽ വിജയിക്കണമെങ്കിലൊക്കെ ഇതിൽ പറഞ്ഞ 5 ഫിംഗർ ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മളിൽ കുറവുള്ളത് അത് നികത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യണം. അപ്പോഴാണ് ഇവര് 5 ഫിംഗറിൽ 3 ഞാൻ ചെയ്യും, ബാക്കി 2 ഞാൻ ചെയ്യൂല, അപ്ലൈൻ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ പ്രോഗ്രാം എനിക്ക് വേണ്ട, ഞാൻ ഈ ബിസിനസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബിസിനസ് ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഔട്ടാകുന്നതാണ്. ഇതിന്റെ നിയമങ്ങൾ കറക്റ്റ് പാലിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഈ ബിസിനസ്സിൽ വിജയിച്ചവരും ഇനി വിജയിക്കാൻ പോകുന്നതും വിജയിച്ചു കൊണ്ടിരിക്കുന്നവരും. അതുകൊണ്ട് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ NDO വെച്ചുകൊണ്ട് ലീഡറോട് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് എഴുതിയെടുത്തുകൊണ്ട് നമ്മൾ ഇതിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേ നമ്മളിത് വിജയിക്കുള്ളൂ. അതുകൊണ്ട് നിയമങ്ങളൊക്കെ പരിപൂർണമായിട്ടും നമ്മൾ പാലിക്കണം. ഏതൊരു കാര്യമാണെങ്കിലും നിയമങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിയമമുണ്ട്. ആദ്യം തന്നെ നമ്മള് തീയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പിന്നെ പാത്രം വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളച്ച് അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കാം. എന്നാല് ആദ്യം ചെയ്യേണ്ടത് അവസാനം ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതിന് നിയമങ്ങൾ തെറ്റിക്കും. അപ്പൊ നമുക്ക് ശരിക്കും ചായ കിട്ടൂല. അല്ലെങ്കിൽ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിത് നിരന്തരം ചെയ്യുമ്പോഴാണ് ചായ ആവുള്ളൂ. ഒരു ദിവസം നമ്മൾ എന്താക്കി നല്ലോണം തിളപ്പിച്ച് പിറ്റേന്ന് അത് തിളക്കാതെ തീയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പിന്നേക്ക് വെള്ളം പാർന്നാൽ ഒരിക്കലും ചായ ആവില്ല. പിന്നെ
പിന്നെ അത് വെള്ളയാവുള്ളൂ. അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളെ ഈ ബിസിനസ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ആ നിയമം പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇതിൽ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതും വലിയ രീതിയിൽ വിജയിക്കുന്നതും. അതുകൊണ്ട് ഈ നിയമങ്ങൾ നമ്മൾ ഡയറിയിൽ മാത്രം എഴുതിയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള നിയമങ്ങളാണ്. അത് നമ്മൾ പകർത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ ഇതിൽ അച്ചീവർ ആകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വിജയിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. അതുപോലെ തന്നെ പരാജയപ്പെടാനുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ഇതിൽ വിജയിക്കുള്ളൂ. പരാജയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിക്കൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഈ ബിസിനസ് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവരാണ് ഇതിൽ വിജയിക്കുന്നത്. അതായത് അപ്ലൈൻ ചെയ്തോളും അല്ലെങ്കിൽ ഡൗൺലൈൻ ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നുകൊണ്ട് വരുമാനം വാങ്ങിയാൽ ഒരിക്കലും അത് മുന്നോട്ട് പോവില്ല. അത് പെട്ടെന്ന് നിന്നു പോകും. അതുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നമ്മുടെ ടീമിന്റെ ഉത്തരവാദിത്തം നമുക്കാണ്. അതായത് ഓരോരുത്തരും ആ ടീമിന്റെ ഡ്രൈവറായിട്ട് മാറണം. ഡ്രൈവറായിട്ട് മാറുമ്പോഴാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുള്ളൂ. ഈ ബിസിനസ്സിന് താഴാണെങ്കിലും പൊന്താണെങ്കിലും അതിന്റെയൊക്കെ ഉത്തരവാദിത്തം അതിന്റെ മെയിൻ ഉത്തരവാദിത്തം ആരെ താഴെയാണോ ഓർഗ് 1 ഓർഗ് 2 സ്റ്റാർട്ട് ചെയ്തത് അവരെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ആ ലീഡർക്കാണ്. ഉദാഹരണം, ഒരു ബെറിസ്റ്റാർ മുതൽ അദ്ദേഹം ലീഡറാണ്. ചുരുങ്ങിയത് രണ്ടും 4 ആളെങ്കിലും അയാളെ താഴെ വന്നിട്ടുണ്ടാകും. ആ 4 ആളുകളെയും ലിസ്റ്റ് ഇടാനും അവരെ മീറ്റിംഗ് വെക്കാനും അവരെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനും സൂം മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാനും അവരെ ഹാജരൊക്കെ ഗ്രൂപ്പിൽ ഇടാനൊക്കെ ഉത്തരവാദിത്തം ആ കൊണ്ടുവന്ന ബെറിസ്റ്റാർ ലീഡർക്കാണ്. ആ ബെറിസ്റ്റാർ ലീഡർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതിന്റെ മുകളിലുള്ള ഡബിൾ സ്റ്റാർ, അതുപോലെ തന്നെ അതിന് മുകളിൽ ഫാസ്റ്റ് ട്രാക്കർ ഉണ്ടാവും, ടീം കോർഡിനേറ്റർ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സിന്റെ നിര തന്നെ ഉണ്ടാകും. ഇവർക്കൊക്കെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായിക്കൊണ്ട് ആ കടമ നിർവഹിക്കുന്നവരാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നാമതായിക്കൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവുക. റിസ്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. സ്വന്തം നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്കും, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആകുമ്പോൾ ജില്ലയിലൊക്കെ ടീം ഉണ്ടാകും. അപ്പൊ അവിടെയൊക്കെ പോയിക്കൊണ്ട് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്യണം. അപ്പോഴാണ് വിജയിക്കുള്ളൂ. റിസ്ക് എടുക്കാൻ തയ്യാറാകാത്തവർ ഈ ബിസിനസ്സിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. രണ്ടാമത്തത്, നമുക്ക് ഈ ബിസിനസ് വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം പഠിക്കാനും മാറാനും തയ്യാറാവുക എന്നുള്ളതാണ്. മാറ്റങ്ങളാണ് പുരോഗതിക്ക് വേണ്ടത്. മാറ്റങ്ങൾ വരുത്താതെ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധിക്കൂല. ഇനിയിപ്പോ ഈ ബിസിനസ്സിൽ മാത്രമല്ല, ഏത് ബിസിനസ് ആണെങ്കിലും അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മൾ വരുത്തുമ്പോഴാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ പറയാണ്, ഒരു തുണി ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ആ തുണി ഷോപ്പില് ഒരു 10 സാധനം ഉള്ളൂ, അത് മാത്രമാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി അത്ര കച്ചവടം ആ പിന്നെ കടയിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരുപാട് സെലക്ഷൻ ഉള്ള ഒരു കടയാണെങ്കിൽ ആ കട ഒരിക്കലും ആളുകളില്ലാത്ത കടയാവൂല. അവിടെ എപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യേണ്ടത് ഒരു ഹോം ഷോപ്പിലേക്ക് നമ്മുടെ ബിസിനസിനെ മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. അതായത് നമ്മൾ ഉൽപ്പന്നം പറയുന്ന സമയത്ത് അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടോ, ഒന്ന് തന്നാളി എന്ന് പറയുമ്പോൾ കൊടുക്കാൻ നമ്മൾക്ക് സാധനം വേണം. സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് സാധനം എടുത്തിട്ടുണ്ടാവും. അത് അയാൾ തന്നെ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവും, കുറച്ച് 1-2 പേസ്റ്റ് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവും. കൊടുത്ത 2 ആളുകളാണ് പിന്നീട് അയാളുടെ വീട്ടിലേക്ക് ഉൽപ്പന്നം ചോദിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ അയാളെ ഫോണിലേക്ക് വിളിക്കുള്ളൂ. എന്നാൽ ഈ ഹോം ഷോപ്പിൽ പർച്ചേസ് ചെയ്ത ആളടുത്തേക്ക് 100 കണക്കിന് ആളുകൾ വരികയും ആ ഉൽപ്പന്നങ്ങൾ വീണ്ടും ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അയാൾ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടറും ഒരുപാട് ആളുകൾക്ക് ഉൽപ്പന്നം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ലീഡറായിട്ട് മാറുകയും ചെയ്യും. അയാളാണ് ഇതിൽ സീരിയസ് ആയിട്ട് വിജയിക്കുന്നത്. നമ്മൾ വർക്കിന് പോകുമ്പോൾ നമ്മളെ കയ്യിൽ ഉൽപ്പന്നം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കൂല. അതുകൊണ്ട് ഉൽപ്പന്നം എപ്പോഴും നമ്മളെ കയ്യിൽ വേണം. നമ്മൾ നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും മാജിക്കിന്റെ റിസൾട്ട് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എപ്പോഴും നമ്മൾ കാണുന്നതാണ്. എലമെന്റ്സ് പ്രൊഡക്റ്റ് റിസൾട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ടുകൾ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഷെയർ ചെയ്യുന്നത് നമുക്ക് കാണാം.
വാട്സപ്പിലൊക്കെ സത്യസന്ധമായ കാര്യങ്ങളെ നമുക്ക് ഇടാൻ കഴിയുള്ളൂ. കാരണം അതിന്റെ അടിയില് കമന്റുകൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു കാര്യം വാട്സപ്പിൽ ഇടുകയാണെങ്കിൽ എന്റെ നാട്ടുകാർ അത് കാണും എന്ന ചിന്തയിലാണ് നമ്മൾ ഇടുക. അതുകൊണ്ട് ഒരിക്കലും തന്നെ തെറ്റായ കാര്യങ്ങളും കളവായ കാര്യങ്ങളും നമ്മൾ അതിലിടൂല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെ കൈ കിട്ടിയ പ്രൊഡക്റ്റ് ലോകത്ത് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അത് നമ്മളെ കയ്യിലില്ലെങ്കിൽ ഈ ബിസിനസ് നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യാൻ സാധിക്കൂല. അതുകൊണ്ട് ഹോം ഷോപ്പിൽ പർച്ചേസ് ചെയ്ത ആളുകള് എപ്പോഴും നമ്മളെ കയ്യിൽ അത് തന്നെ വേണം. ഇപ്പോ ഹോം ഷോപ്പിൽ 35 നിന്ന് ഒരു 10,000 റുപ്യന്റെ ഉൽപ്പന്നം കഴിഞ്ഞാല് ആ 10,000ത്തിന്റെ ഉൽപ്പന്നം വീണ്ടും റീപർച്ചേസ് ചെയ്ത് അതിലേക്ക് തന്നെ വെക്കണം. അപ്പോഴേ നമുക്ക് വീണ്ടും ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പേസ്റ്റ് കഴിഞ്ഞ് നമ്മളെ കയ്യിൽ പേസ്റ്റ് ഉണ്ട്, ആ പേസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ പേസ്റ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ വരുന്ന കസ്റ്റമർക്ക് ഉൽപ്പന്നം കൊടുക്കാൻ നമ്മളെ കയ്യിലില്ലെങ്കിൽ അവർ വീണ്ടും കടയിലുള്ള ഉൽപ്പന്നത്തിലേക്ക് തന്നെ മാറും. ഇത് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് കിട്ടണില്ല, അല്ലെങ്കിൽ ഓനത്തെ സാധനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കഴിഞ്ഞ സാധനങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ കയറ്റി വെക്കണം. നമ്മളെല്ലാരും ചില ആളുകളൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് വിറ്റിട്ടുണ്ടാവും, പിന്നെ ഒരു ഉൽപ്പന്നം കയ്യിലുണ്ടാവില്ല, ചോദിച്ചാൽ കൊടുക്കാനുണ്ടാവില്ല. അത് നമ്മൾ പറയും വിത്തിനുള്ളത് കറി വെക്കുന്ന രൂപത്തിലാണ്. വിത്തിനുള്ളത് ഇപ്പൊ കൃഷിക്കാരൊക്കെ വിത്തിനുള്ളത് ഒരിക്കലും കറി വെക്കൂല. അത് വിത്തായിട്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എടുത്തു വെക്കും. അതേ രൂപത്തില് നമുക്ക് ഈ ഹോം ഷോപ്പിന്റെ ഉൽപ്പന്നങ്ങൾ എപ്പോഴും നമ്മൾ കയ്യിൽ വേണം. അത് വിത്തിനുള്ളതാണ്. അത് കഴിഞ്ഞ സാധനങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ റീപർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെ നികത്തി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇതിന്റെ ഗതി തന്നെ മാറും. അതുപോലെ തന്നെ ലിസ്റ്റ് ബിൽഡിങ്ങില് എത്ര വലിയ ലീഡർ ആണെങ്കിലും വീണ്ടും ലിസ്റ്റ് പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. അതായത് പേഴ്സണൽ സ്പോൺസറിങ് നമ്മുടെ ബിസിനസിന്റെ ഗതി മാറ്റും. അതായത് എപ്പോഴും നമ്മള് സ്പോൺസറിങ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോ ഇതിന്റെ TC ആണ്, അല്ലെങ്കിൽ ATC ആണ്, അല്ലെങ്കിൽ STC ആണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ NTC ആണ്, ഇനി ഞാൻ ഇതിലേക്ക് ആരും കൊണ്ടുവരണ്ട, അങ്ങനെയല്ല. നമ്മള് ഏറ്റവും അടിയില് നമുക്ക് പേഴ്സണൽ സ്പോൺസറിങ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് ഈ ബിസിനസിന്റെ ഗതി മാറുക. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോ വലിയ ലീഡറൊക്കെ ആയി ഇനി ഞാൻ എന്റെ ലിസ്റ്റിലുള്ള ആൾക്കാരെ ഒന്നും ചെയ്യേണ്ടതില്ല, അങ്ങനെയല്ല. നമ്മൾ ലിസ്റ്റിലുള്ള ആളുകളെ വീണ്ടും ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അതൊരിക്കലും നിർത്താൻ പാടില്ല. ഈ ITC ആയാലും NTC ആയാലും ഡയമണ്ട് ആയാലും ഇനിയിപ്പോ മുബീൻ സാറുകൾ കോടിക്കണക്കിന് മുബീൻ സാറ് ഇതിൽ വരുമാനം വാങ്ങുന്നുണ്ട്. മുബീൻ സാറും ഇപ്പോഴും ഇത് ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലാൻ പറയുന്നുണ്ട്, പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ക്രൗൺ ഡയമണ്ട് ഒക്കെ ആയി മാറിയത്. അതൊക്കെ നമ്മളും ചെയ്യണം. ഇത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. നമുക്കായിട്ട് ഇതിലൊന്നും ചെയ്യാനുള്ള ലീഡർ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ വിജയം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് വർക്ക് ഇല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ലിസ്റ്റിലേക്ക് നോക്കണം. ആ ലിസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ഇടണം. അതായത് ആ 210 ആളിൽ നിന്ന് 10 ആളുകളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് എഴുതുക. ആ ഷോർട്ട് ലിസ്റ്റിലേക്കാണ് ആ ആഴ്ചയിലെ വർക്ക് പോകേണ്ടത്. ഇങ്ങനെ ഒരു നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കറങ്ങുന്ന ഒരു പ്രക്രിയയാണ്. ഇതിന്റെ കറക്കത്തിന്റെ സ്പീഡ് എത്രത്തോളം കൂട്ടാൻ കഴിയോ അത്രത്തോളം നമ്മൾ ഇതിൽ വിജയിക്കും. പെട്ടെന്ന് നമ്മൾ ഇതിൽ റാങ്ക് അച്ചീവ് ചെയ്യാനും വലിയ രീതിയിൽ വരുമാനം വാങ്ങാനും. മുബീൻ സാറിന് 1 കോടിയൊക്കെ ഒരു മാസത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ 10 ID നമ്പർ തന്നെയാണ് ഞമ്മക്കും തന്നത്. മുബീൻ സാറിന് 11 അക്കോ 20 അക്കോ ഒന്നുമില്ല. ഈ 10 അക്കം തന്നെ മുബീൻ സാറിനുള്ളത്. അതുപോലെ തന്നെ ഈ മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് മുബീൻ സാറും ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ITC-കൾക്കും NTC-കൾക്കും ഡയമണ്ടുകൾക്കും പ്രത്യേക പ്രൊഡക്റ്റ് ഒന്നുമില്ല. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കവചപ്രാശും കഫനിലും ബിലോ 37 തുടങ്ങിയ ഈ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയ അതേ പ്ലാനും അതൊക്കെ തന്നെയാണ് അവർക്കും കിട്ടിയത്. അതേ കമ്പനിയൊക്കെ തന്നെയാണ്. അവർക്ക് 1 കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കും ഇതിൽ കോടികൾ വാങ്ങാം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഇതിൽ വിജയിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റില് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്ത് ഏത് ലീഡർ ആണെങ്കിലും അടിയില് സ്പോൺസർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ സ്പോൺസറിങ് ആണ് നമ്മുടെ ബിസിനസിന്റെ ഗതി മാറ്റുക. അതുപോലെ തന്നെ ഇതിൽ വിജയിക്കാനും നമുക്ക് പരാജയപ്പെടാൻ കുറെ കാരണങ്ങളുണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് പഠിക്കാനും മാറാനും തയ്യാറാവുക. പഠിക്കാൻ തയ്യാറാവണം. അപ്പോ നമ്മൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, NDO ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. അത് ലീഡർ വിളിക്കുമ്പോൾ അന്ന് മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അന്ന് പിന്നെ മുടികളച്ചിലാണ്, അല്ലെങ്കിൽ കല്യാണാണ്, സൽക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിൽ ഒരിക്കലും വിജയിക്കൂല. എക്സ്ക്യൂസുകൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകള്
ലോകത്ത് വിജയിച്ച ചരിത്രമല്ല. എക്സ്ക്യൂസുകൾ നമ്മൾ ഒരിക്കലും വിജയിപ്പിക്കില്ല. നമ്മള് ചെയ്യുന്ന ആളുകളാണ് ഇതിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് എക്സ്ക്യൂസുകൾ മാറ്റി വെച്ചുകൊണ്ട് ഈ ബിസിനസ്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആരൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് അവരാണ് ഇതിൽ വിജയിക്കുള്ളൂ. പഠിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിളാണ്. യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റും. അത് ഫേസ്ബുക്കിൽ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും നമുക്ക് പഠിക്കാൻ പറ്റും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. വിജയിച്ച ലീഡേഴ്സിന്റെ ചരിത്രങ്ങൾ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവരൊക്കെ എഴുതി വെച്ച ഒരുപാട് പുസ്തകങ്ങൾ അതൊക്കെ നമ്മൾ വായിക്കുക. വായിച്ചാലാണ് നമുക്ക് ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോ 60 വയസ്സുള്ള ഒരാള് ഈ ബിസിനസ് ചെയ്ത് 19 കൊല്ലത്തെ ബിസിനസ് ചെയ്ത് അയാൾ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ അയാൾ 60 വയസ്സിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ആ ബുക്ക് വായിച്ച് തീരലോട് കിട്ടും. അതുപോലെ തന്നെ അയാൾ എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ അയാൾ ചിലപ്പോൾ 10-20 കൊല്ലം എക്സ്പീരിയൻസിലെ ലീഡർ ആയിരിക്കും. അയാൾ ആ എക്സ്പീരിയൻസ് നമുക്ക് 1, 2, 3 ദിവസം കൊണ്ട് വായിച്ച് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താനും നമുക്ക് സിമ്പിൾ ആയിട്ട് വിജയിക്കാനും സാധിക്കും. ഇങ്ങനെ ഒരു 10 ലീഡറെ ബുക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ 10 ലീഡർക്ക് എത്ര ആയുസുണ്ടോ അത്രയും എക്സ്പീരിയൻസും അയാൾ അത്രയും കൊല്ലം ചെയ്ത ആ വർക്കിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇതിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളെ മാറ്റിവെക്കാനും വിജയിക്കാനുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കാനും സാധിക്കും. അതുകൊണ്ട് ബുക്കുകൾ നിരന്തരം വായിക്കുക. അതിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ഗതി മാറ്റാൻ സാധിക്കും. ബുക്ക് വായിക്കാതെയും പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാതെയും അറിവ് സംഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. അറിവുകൾ സംഭരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. യൂട്യൂബിലൊക്കെ നമ്മുടെ സമയം കൊല്ലികളായ വീഡിയോസുകൾ കണ്ടുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല നല്ല വീഡിയോസുകൾ ഉണ്ടാവും. എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ ഒരുപാട് ഡയമണ്ടുകളൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞൊക്കെ യൂട്യൂബിൽ കിട്ടും. ഇതൊന്നും കാണാതെ നമ്മളെ സമയം കൊല്ലിയായ ഹാസ്യങ്ങളെ പുറകെ പോയിക്കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള യൂട്യൂബൊക്കെ കണ്ട് നമ്മളെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല. നമ്മളെ പരാജയത്തിലേക്കാണ് അതൊക്കെ നീക്കിക്കൊണ്ടു പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ പരാജയപ്പെടുത്തുന്ന സമയം കൊല്ലികളായ വീഡിയോസുകളിൽ നിന്നും അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നാൽ നമുക്ക് ഒരുപാട് ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിലൂടെ നമുക്ക് വിജയിക്കാനും സാധിക്കും. അതുകൊണ്ട് നമ്മളെ ടൈം പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടൂല. നമ്മളെ വയസ്സും നമ്മളെ സമയമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അത് ഒരു മിനിറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നല്ല പ്രയോറിറ്റികൾ ഈ ബിസിനസിന് വേണ്ടി കൊടുക്കണം. കാരണം ഈ ബിസിനസ് തലമുറകളോളം വരുമാനം തരുന്ന ഒരു ബിസിനസ്സാണ്. ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 2 to 5 കൊല്ലം ഇതിന് വേണ്ട പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഇതിന് വേണ്ട അറിവുകളൊക്കെ നമ്മൾ സംഭരിച്ചുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 3 തലമുറ 150 കൊല്ലം നമ്മുടെ ഫാമിലി സേഫ് ആകും. അങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയും വേണം. അതിൽ ഒന്നാണ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. 3 Never എന്ന് പറയും. അതൊക്കെ ലീഡറോട് ചോദിച്ച് നമ്മൾ പഠിക്കുക. അതൊരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. 3 Never ഒന്ന് നമ്മളെ ഈ ക്രോസ് ലൈൻ ബന്ധാണ്. അതായത് നമ്മൾ ഇതിൽ അപ്ലൈൻ ഉണ്ടാകും, അതുപോലെ നമ്മുടെ ടീം ഉണ്ടാകും. ഇവരിലേക്ക് മാത്രമാണ് ബിസിനസ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ കൊണ്ട് ഒരു ഉപകാരം കിട്ടാത്ത ക്രോസ് ലൈനിനെ നമ്മളെ വിളിച്ചുകൊണ്ട് ഒരുപാട് സമയം സംസാരിക്കുകയും ബിസിനസ് പറയുകയും ചെയ്താൽ അതുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. ക്രോസ് ലൈനുമായി നമ്മുടെ ഫോൺ സംഭാഷണവും നേരിട്ടുള്ള സംഭാഷണവും ഒരിക്കലും ഉണ്ടാകരുത്. അത് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുക, ബന്ധത്തിന്റെ പേരിൽ മാത്രം അത് അവിടെ വെച്ചുകൊണ്ട് തന്നെ തീർക്കണം. ഇപ്പൊ ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, വണ്ടി കൊണ്ടുപോ, അതൊക്കെ ചെയ്യാം. പക്ഷേ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരിക്കലും പാടില്ല. അത് നമ്മളെ ഈ ബിസിനസ്സിനെ തകർക്കും. അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇടപാടുകളൊക്കെ കറക്റ്റ് ആക്കുക. മൂന്നാമതായിട്ട് ആൺ പെൺ ബന്ധം. അത് നമ്മുടെ ബിസിനസ്സിൽ നല്ല നല്ല ആണുങ്ങളും വരും, പെണ്ണുങ്ങളൊക്കെ വരും. അവരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് പേപ്പർ വായിക്കുന്ന രൂപത്തിൽ, പത്രം വായിക്കുന്ന രൂപത്തിൽ നമ്മൾ ആൺ പെൺ ബന്ധം ഉണ്ടാകാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് മാത്രം നല്ലോണം അടുപ്പിച്ചും നല്ലോണം വിട്ടും പിടിച്ചാല് പേപ്പർ വായിക്കാൻ പറ്റൂല. അതൊരു മിതമായ രീതിയിൽ പിടിച്ചാലാണ് നമുക്ക് പേപ്പർ വായിക്കാൻ പറ്റുള്ളൂ. അതേ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആൺ പെൺ ബന്ധം ഉപയോഗപ്പെടുത്തുക. അത് നല്ലോണം അടുപ്പിച്ച് വെച്ചാല് നമ്മുടെ ഫാമിലിയൊക്കെ അതോടുകൂടി നെഗറ്റീവ് ആകും.
നമ്മുടെ ടീമിന് നെഗറ്റീവ് വരും, നമ്മുടെ ബിസിനസ് അതോടുകൂടി തന്നെ ഇല്ലാതാകും. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഈ 3 Ns നമ്മൾ ഏത് മീറ്റിങ്ങിലും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതാണ് നമ്മുടെ ബിസിനസ് തകർക്കുന്ന 3 കാര്യങ്ങൾ. ഈ 3 നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാ. ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചെയ്യുക. പിന്നെ പരാജയം ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്ലൈൻ മെന്ററിന്റെ ഉപദേശം തേടണം, ക്രോസ് ലൈൻ ഉപദേശം. അതുപോലെ തന്നെ യൂട്യൂബർമാർ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ ഫോണൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ഉപദേശം തേടിയാലൊക്കെ നമ്മൾ എന്താക്കും, ബിസിനസ് ഇല്ലാതാവും. നമുക്ക് തന്നെ വിജയിച്ച ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചുകൊണ്ട് അതിൽ പ്രൂവ് ചെയ്ത ഒരുപാട് ലീഡേഴ്സ് നമ്മൾ അപ്ലൈൻമാർക്ക് തന്നെ ഉണ്ട്. അവരെ ഉപദേശം മാത്രം തേടുക, അതിലൊരു മെന്ററെ സെലക്ട് ചെയ്തുകൊണ്ട് ആ മെന്ററെ പിന്നെ TCFO ലീഡേഴ്സ് ഒരു മെന്ററെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിതിൽ സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റും. നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നത് ഈ ബിസിനസ്സിൽ പിന്നെ 1ാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ LKG തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ വലിയ വലിയ രീതിയിൽ വരുമാനമാകുന്ന ലീഡേഴ്സിന്റെ ട്രെയിനിങ് ആണ് കിട്ടുന്നത്. നമ്മൾ അതൊക്കെ വിട്ടുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇപ്പം കാശ് കൊടുത്താൽ ട്രെയിനർമാരെ കിട്ടും, അങ്ങനെയുള്ള ആളുകളൊക്കെ വെച്ചുകൊണ്ട് ട്രെയിനിങ് ചെയ്താൽ അവർ പറഞ്ഞങ്ങോട്ട് പോകുന്നല്ലാതെ അവർക്ക് നമ്മൾ വിജയിക്കണം എന്ന് അത്ര നിർബന്ധമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ ബിസിനസ് ഡിസ്ട്രിബ്യൂട്ടറായി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കമ്പനി TCയും ATCയും DTCയും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ലീഡേഴ്സിന്റെ ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ A to Z കാര്യങ്ങൾ അവർക്ക് അറിയാം, അവർ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ആണ് നമുക്ക് ഇതിലൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്, പ്രോഗ്രാമിൽ നിന്ന് മാറി നിൽക്കരുത്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ ബിസിനസിന്റെ ലെവല് കുറയുകയും അതിലൂടെ നമ്മൾ ഈ ബിസിനസ്സിൽ തകരാനും സാധ്യതയുണ്ട്. അത് ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ എന്ത് ചെയ്യുക, ലീഡേഴ്സ് വിളിക്കുന്ന ട്രെയിനിങ് ഒക്കെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. നമ്മളെ വീട്ടിലെ കല്യാണം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ മരണം അല്ലെങ്കിൽ നമ്മൾ തന്നെ മരിച്ചാല് ഈ കാരണങ്ങളല്ലാതെ ഈ ബിസിനസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ബിസിനസിന്റെ കാര്യങ്ങളിൽ പങ്കെടുക്കാതിരിക്കരുത്. അങ്ങനെ പങ്കെടുത്ത് പിന്നെ ഇതിനെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചില ആളുകൾ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിലൊക്കെ രാഷ്ട്രീയത്തിനേക്കാരം പ്രയോറിറ്റി ഉണ്ടാകുക. അങ്ങനെയുള്ള ആളുകൾ ഇതിനെ ഇട്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മുടെ ടീമൊക്കെ ഒന്നും അല്ലാത്ത രൂപത്തില് ചിന്നി ഭിന്നമായിക്കൊണ്ട് നമ്മൾ പിടുത്തം വിട്ടു പോകും. പിന്നീട് നമ്മൾ വരുന്ന സമയത്ത് കാലിയായിട്ടുണ്ടാവും. നമ്മൾ ഓർക്ക് 1 ഓർക്ക് 2 ഒന്നും പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ബിസിനസ് 2 to 5 കൊല്ലം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട്, എല്ലാം നമുക്ക് വേണം, പക്ഷെ പ്രയോറിറ്റി ഇതിലേക്ക് വെച്ച് മാറ്റി വെച്ചുകൊണ്ട് സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 5 കൊല്ലം ചെയ്താൽ മതി. നമ്മളെ സേഫ് ആയിരിക്കും, നമ്മളെ ഫാമിലിയും നമ്മളെ 3 തലമുറയും സേഫ് ആകും. അതിനു വേണ്ടിയിട്ട് മറ്റുള്ളതിൽ നിന്നൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിജയിക്കും. അതുപോലെ തന്നെ ഇതിൽ മറ്റൊന്ന്, പ്രയാസങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം. ഈ ബിസിനസ്സിന് മാത്രമല്ല, ഏത് ബിസിനസ്സും പ്രയാസങ്ങൾ അതിലുണ്ടാകും. ഇപ്പോ പിന്നെ നമ്മളൊരു ഫാൻസി തുടങ്ങുകയാണെങ്കിൽ അതിലുണ്ടാവും പ്രയാസങ്ങൾ. എന്തൊക്കെ പ്രയാസം ഉണ്ടാവും? എല്ലാ ദിവസവും രാവിലെ പോയി തുറക്കണം, എല്ലാ ദിവസവും വൈകുന്നേരം വരെ അവിടെ ഇരിക്കണം. അപ്പോഴല്ലേ ഫാൻസിയിൽ കച്ചവടം നടക്കുള്ളൂ. എന്നാല് ചില ദിവസം തുറക്കും, ചില ദിവസം തുറക്കൂല. ചിലപ്പോ ഉച്ചക്കടക്കും, ചിലപ്പോ വൈകുന്നേരം 5 മണിക്ക് അടക്കും, ചിലപ്പോ 7 മണിക്ക് അടക്കും, ചിലപ്പോ 8 മണിക്ക് തുറക്കും, ചിലപ്പോ 10 മണിക്ക് തുറക്കും. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെയാണ് ഞാനൊരു ലക്ഷങ്ങൾ മുടക്കി ഒരു ഫാൻസി തുടങ്ങുകയാണെങ്കിൽ ആ കടയിലേക്ക് പിന്നെ ആരും വരൂല. ശരിയല്ലേ? ഇതുപോലെയാണ് നമ്മുടെ ടീമിൽ ചില ആളുകൾ ബിസിനസ് ചെയ്യുന്നത്. നിരന്തരമായിട്ടൊരു ടൈമും അതുപോലെ തന്നെ നിരന്തരമായിട്ട് കൺസിസ്റ്റൻസി എന്ന് പറയും, അതും നമ്മൾ ഇതിൽ പാലിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിരന്തരമായിട്ടും ഒരു ഫാൻസി 10 ലക്ഷം രൂപ കൊടുത്ത ഒരു ഫാൻസി തുടങ്ങിയ ആള് എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ അതിലേറെ പ്രയോറിറ്റി ഈ ബിസിനസ്സിന് നമ്മൾ കൊടുക്കണം. കറക്റ്റ് സമയത്ത് നമ്മൾ എത്തണം, അതുപോലെ തുടങ്ങണം. ഒരു പ്രോഗ്രാം നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാല് ആ പ്രോഗ്രാമിന്റെ തുടങ്ങുന്നതിന്റെ അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ അവിടെ എത്തൽ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ അറിയാതെ നമ്മൾ വളരും. ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. നമ്മൾ മാറാൻ തയ്യാറായാലേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. മാറാൻ തയ്യാറാവൂലെങ്കിലോ നമുക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ചില ആളുകളൊക്കെ ഈ പ്ലാൻ പറയാൻ പോകുമ്പോഴും പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ ഈങ്ങിയ തുണിയും ഷർട്ടൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ടാണ് ഉൽപ്പന്നങ്ങൾ കൊടുക്കാനും പ്ലാൻ പറയാനൊക്കെ പോകും. അങ്ങനത്തെ ആളുകൾ ഒരിക്കലും ഇതിൽ വിജയിക്കൂല.
ഇതിന് പോകുമ്പോൾ ഇതിന്റെ യൂണിഫോം ഇടണം, അപ്പോഴേ വിജയിക്കുള്ളൂ. എങ്ങനെ ഇതിന്റെ യൂണിഫോം എന്ന് പറഞ്ഞാല് നമ്മളെ വിജയിച്ച ഒരുപാട് ലീഡേഴ്സിന്റെ യൂണിഫോം ഉണ്ടല്ലോ, അത് നമ്മൾ ഇപ്പൊ തന്നെ ധരിക്കണം. അത് വരുമാനം കിട്ടിയിട്ട് ഞാൻ TC ആയിട്ട് മാറാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കൂല. മാറ്റം TC ആകണമെങ്കിൽ മാറ്റം ഇപ്പൊ തന്നെ ചെയ്യണം. അങ്ങനെ മാറിയത് കൊണ്ടാണ് ഇന്നൊക്കെ കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററും അടുത്ത് തന്നെ RTC ഒക്കെ ആകാൻ പോകുന്നത്. മാറ്റം വരുത്തുമ്പോഴാണ്. മാറ്റം നമ്മളിൽ വേദന ഉണ്ടാക്കും, ആ വേദന സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ മാറാൻ റെഡിയാവുക, പഠിക്കാൻ റെഡിയാവുക. പഠിക്കാതെയും മാറാതെയും ഒരിക്കലും ഈ ബിസിനസ്സിനല്ല, ഏത് ബിസിനസ്സിലും നമ്മൾ വിജയിക്കൂല. അതുകൊണ്ട് ഒരു വലിയ ഷോപ്പ് തുടങ്ങിയ രൂപത്തില്, അല്ലെങ്കിൽ ഒരു 10 ഏക്കർ തെങ്ങും തോട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത രൂപത്തിൽ ഈ ബിസിനസ്സിന് കാണണം. കാരണം ഇത് ഷോർട്ട് ടൈം ബിസിനസ് അല്ല, ലോങ് ടൈം ബിസിനസ് ആണ്. അതായത് നമ്മൾ കുഴിച്ചിട്ടത് ചീരയല്ല, നമ്മൾ കുഴിച്ചിട്ടത് പയറല്ല, നമ്മൾ കുഴിച്ചിട്ടത് തലമുറകളോളം വരുമാനം വാങ്ങുന്ന തെങ്ങും തോട്ടമാണ്. അതിന് എത്രത്തോളം നമ്മൾ എന്താക്കണം, സീരിയസ് കൊടുക്കുന്നുണ്ടോ അതേ രൂപത്തില് അതിലേറെ നമ്മൾ എന്താക്കണം, ഈ ബിസിനസിന്റെ ഓരോരോ ID നമ്പറിനും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ഓരോരോ ID നമ്പറും 10 ഏക്കർ തെങ്ങും തോട്ടാണ്. അത്രയും സീരിയസ് നമ്മൾ ഇതിന് കൊടുക്കണം. കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തണം. ഈ തെങ്ങും തോട്ടത്തിൽ എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടോ അവരെയൊക്കെ നമ്മൾ വിളിക്കണം, ഹൈഫ്ലൈസിൽ പങ്കെടുപ്പിക്കണം, പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം. പ്രോഗ്രാം മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് ഇതിൽ രക്ഷപ്പെടാൻ സാധിക്കും. പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്ന് നമ്മളെ ബുദ്ധിക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴോ ഔട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെ ബുദ്ധിക്ക് ഇത് ചെയ്യരുത്. വിജയിച്ച ആളുകളെ ചരിത്രത്തിലൊക്കെ പ്രോഗ്രാമുകളാണ് അവരിൽ സക്സസ് കൊണ്ടുവന്നത്. അതുകൊണ്ട് പ്രോഗ്രാം ഒരിക്കലും നമ്മൾ മാറ്റി വെക്കരുത്. പ്രോഗ്രാമിൽ നമ്മളെ മൈൻഡ് സെറ്റിനെ മാറ്റാനുള്ള പവർ ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഐഫ്ലേസി മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ആളുകളും 300 ചില്ലാന ആളുകളുണ്ട്. അവരൊക്കെ തീരുമാനമെടുത്തതും സീരിയസ് ആയതും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ വെച്ചായിരിക്കും. അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വരാനിരിക്കുന്ന പ്രോഗ്രാം, മുബീൻ സാറ് പങ്കെടുക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ നമ്മളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടിക്കറ്റുകളൊക്കെ നമ്മൾ കയ്യിലുണ്ടാകും. അതൊക്കെ കയ്യിൽ വെക്കാതെ നല്ല നല്ല ആളുകളിലേക്ക്, സെലക്ട് ചെയ്ത ആളുകളിലേക്ക് കൊടുക്കുകയും ആ കൊടുത്ത ആളുകളുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതി വെക്കണം. അല്ലെങ്കിൽ ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ പ്രോഗ്രാമിൽ ക്ഷണിക്കാൻ പറ്റിയ അവരെ നമ്പർ നമ്മൾ എത്തിണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ടിക്കറ്റ് കൊടുത്ത ആളുകളൊക്കെ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ച് അവരെ നിരന്തരം ഓർമ്മപ്പെടുത്തി, പ്രോഗ്രാം ഇന്ന ദിവസാട്ടോ, ഇനി ഇത്ര ദിവസമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യണം, എപ്പോഴും ഓർമ്മപ്പെടുത്തണം. ഗ്രൂപ്പിലൊക്കെ അതിന്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ഇന്നത്തെ ടിക്കറ്റുകളാണ് നാളത്തെ ഡിസ്ട്രിബ്യൂട്ടർ. നാളത്തെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് പിന്നെ സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നത്. സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് പിന്നീട് ലീഡർ ആകുന്നത്. ലീഡർ ആണ് നാളെ നമുക്ക് പാസീവ് ഇൻകം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജോയിൻ ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർക്ക് വരെ നാളെ വലിയ ലീഡർ ആകാനും ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുക്കാനും ഒക്കെ കപ്പാസിറ്റിയും കഴിവുള്ള ലീഡറായി മാറും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നിരന്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ താഴെ നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറി ആവുക നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറി ആക്കി മാറ്റണം. ഇന്നത്തെ ഡിസ്ട്രിബ്യൂട്ടറിനെ പെട്ടെന്ന് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ അയാളെ വർക്ക് 1 വർക്ക് 2 ലിസ്റ്റിലൂടെ വർക്ക് ചെയ്ത് ഒരു പെട്ടെന്ന് ലീഡർ ആക്കി മാറ്റണം. അതാണ് ആ പ്രക്രിയ തുടർന്നു കൊണ്ടിരുന്നാൽ നമുക്കൊക്കെ ഇതിൽ നമ്മൾ ലെവല് മാറാൻ പറ്റും. നമ്മളെ താഴെ ലീഡർമാരെ നിര ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതിൽ വരുമാനം ഉണ്ടാകുക. ലീഡർമാരെ നിരല്ലാതെ വോളിയം മാത്രമാണ് നമ്മൾക്കുള്ളതെങ്കിൽ നമുക്ക് ഒരിക്കലും പാസീവ് ഇൻകം കിട്ടൂല. നമുക്ക് ആക്റ്റീവ് ഇൻകം മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോലെ തന്നെയാകും. എന്നാൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു ബെറി ഡബിൾ സ്റ്റാർ ആകുമ്പം അയാളെ താഴെ ബെറി സ്റ്റാറുകൾ വേണം. ആ ബെറി സ്റ്റാറിന്റെ താഴെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലീഡേഴ്സ് വേണം. അതുപോലെ TC ആകുമ്പോൾ അതിന്റെ താഴെ ഫാസ്റ്റ് ട്രാക്കർ വേണം. ATC ആകുമ്പോൾ താഴെ TCകൾ വേണം. ഇങ്ങനെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കൈയെടുത്താലും ബിസിനസ് നിൽക്കൂല. നമ്മൾ ഉറങ്ങുന്ന സമയത്തും ബിസിനസ് നടക്കും. നമ്മൾ മരണപ്പെട്ടാലും ബിസിനസ് ഒരിക്കലും നിന്ന് പോകൂല. അതുകൊണ്ട് ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റിയും കപ്പാസിറ്റി ഉള്ള ആളുകൾ വരുമ്പോ അവരെ നമ്മൾ അങ്ങോട്ട് തൂക്കിയിട്ട് അവർക്ക് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക. പ്രോഗ്രാമുകളിൽ നിരന്തരം പങ്കെടുപ്പിക്കുക. നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കും, എന്നിട്ട് ഒരു GTC പങ്കെടുപ്പിക്കും, എന്നിട്ട് അവരെ വിടും. എന്നിട്ട് പറയും അയാൾ റെഡിയില്ല എന്ന്. അങ്ങനെയല്ല, നിരന്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ച് പിന്നെ അയാൾ സീരിയസ് ആകുമ്പം ആ ഡിസ്ട്രിബ്യൂട്ടർ ആണ് പിന്നെ പ്രോഗ്രാം പങ്കെടുപ്പിക്കുന്ന ആളായിട്ട് മാറും. അയാൾക്ക് വിജയിക്കണം എന്നൊരു വാശി വരും, അയാളെ പർപ്പസ് വരും. അതുപോലെ തന്നെ അയാൾക്ക് ലക്ഷ്യങ്ങളും
അതുപോലെ തന്നെ ഗോളുകളൊക്കെ ഉണ്ടാകുന്ന ഡ്രീമുകളൊക്കെ ഉള്ള വലിയ ലീഡറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, സിസ്റ്റവുമായി കണക്ട് ചെയ്താൽ അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ സിസ്റ്റമാണ് അപ്ലൈനും പ്രോഗ്രാമുകളും. അതൊരിക്കലും നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കൂല. നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ടാകും. അവരുടെ ബുദ്ധിക്ക് ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന രൂപത്തിൽ ഒരിക്കലും ഈ ബിസിനസ് ചെയ്യരുത്. ഈ ബിസിനസ്സിന് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് വിജയിക്കാൻ ഉറപ്പാണ്. നമുക്ക് വിജയിക്കാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുക, മുൻഗണനാ പ്രയോറിറ്റി നമ്മുടെ ഈ ബിസിനസ്സിന് കൊടുക്കുക. എന്നാൽ ഒരിക്കലും നമുക്ക് പരാജയപ്പെടാൻ സാധിക്കൂല. തകർച്ചകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അപ്ലൈനെ കൂട്ടിപ്പിടിക്കുക, പ്രോഗ്രാമിൽ ഒരിക്കലും മുടങ്ങരുത്. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എന്റെ ഒരു ടീമിലെ എല്ലാവരും പോയൊരു സമയത്തും വർഷങ്ങളോളം ഞാന് കാശ് മുടക്കി എല്ലാ പ്രോഗ്രാമിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് ലീഡറെ കിട്ടിയ MC ആയ നമ്മുടെ റസാഖ് സാർ എന്ന നജില ടീച്ചർ, അവരെ കിട്ടിയത് ഒരു പ്രോഗ്രാമാണ്. ഞാൻ കൊണ്ടുപോയത് മലപ്പുറം JTS എന്നല്ല, ഞാൻ കൊണ്ടുപോയത് തിരുവനന്തപുരത്തുള്ള വലിയൊരു പ്രോഗ്രാം, മുബീൻ സാറൊക്കെ പങ്കെടുക്കുന്ന, അല്ല എറണാകുളത്തുള്ള വലിയ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലാണ് ഞാൻ കൊണ്ടുപോയത്. 900 രൂപന്റെ ടിക്കറ്റാണ് അന്ന് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തത്. ആ 900 രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് അന്ന് അവിടെ പങ്കെടുപ്പിച്ചത് കൊണ്ട് എനിക്ക് ലക്ഷങ്ങളാണ് തിരിച്ചു തന്നത്. അതുകൊണ്ട് പ്രോഗ്രാമിനെ നമ്മൾ ബേസ് ചെയ്യുക. പ്രോഗ്രാം നമുക്ക് വിജയിക്കാനുള്ള കുറുക്കു വഴിയാണ്, ടെക്നിക്കാണ്. അതായത് വലിയ വലിയ ഭാരമൊക്കെ പൊന്തിക്കുന്ന മരപ്പണിക്കാരത്തെ കയ്യിലൊക്കെ ഉണ്ടാവും വലിയ കമ്പി. ഈ കമ്പിന്റെ അടിയിൽ എന്തെങ്കിലും കല്ലൊക്കെ വെച്ചുകൊണ്ട് 10 കണക്കിന് ഭാരമുള്ള ഈ മരങ്ങളൊക്കെ അവർ നിഷ്പ്രയാസം പൊന്തിക്കുന്നുണ്ടാവും. അതേ രൂപത്തിലുള്ള ഭാരം പൊന്തിക്കാൻ പറ്റുന്ന എത്ര പ്രയാസമുള്ള ബീവി ആണെങ്കിലും അതൊക്കെ സിമ്പിൾ ആയിട്ട് പൊന്തിക്കാൻ പറ്റുന്ന, ഇപ്പൊ നമുക്ക് STC ഒക്കെ ആണെങ്കിൽ കുറെ വോളി ഉണ്ടാകും. അതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, ടെക്നിക്ക് മറ്റൊന്നുമല്ല, ഈ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വലിയ ഭാരം പൊന്തിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുക, ടിക്കറ്റ് സെല്ലർ ആവുക. ടിക്കറ്റ് സെല്ലിംഗ്, ഡയറക്ട് സെല്ലിംഗിൽ ഒരു കലയാണ്. ഈ കല ആരൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടോ അവരൊക്കെ ഇതിൽ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈനെ ഒരിക്കലും നമ്മൾ തള്ളി പറയാനോ കുറ്റം പറയാനോ കളിയാക്കാനോ ടീമിന്റെ ഇടയിൽ മോശമാക്കാനോ ഒന്നും പാടില്ല. ചിലപ്പോ നമ്മളൊക്കെ റാങ്ക് മാറി അപ്ലൈന്റെ മുകളിലൊക്കെ പോയിട്ടുണ്ടാവും. അതൊക്കെ സാധാരണയാണ്. അവരെ പിന്നെ നമ്മൾ എന്താക്കരുത്, തള്ളി പറയാനോ കുറ്റം പറയാനോ ഒന്നും പറയരുത്. നമുക്ക് ഈ ബിസിനസ് തന്നത് അവരാണ്. നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അവരെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. എപ്പോഴും നന്ദിയുള്ളവരാകണം. നന്ദി കേട് കാണിച്ചാൽ നമുക്ക് ഉള്ളതും എന്താകും, നഷ്ടപ്പെട്ടു പോകും. ലൈൻ ശക്കർത്തും അസീതന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് കൂട്ടി തരുമെന്നാണ് നമുക്ക് ഖുർആനിൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എപ്പോഴും നന്ദി കാണിക്കുക. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, കണ്ണ് പൊട്ടന്റെ വടി പോലെയാണ് നമ്മുടെ അപ്ലൈ. അതായത് കണ്ണുപൊട്ടന് വഴികാട്ടിയാണ് ആ വടി. ഒരു വെളുത്ത വടി ഉണ്ടാവും. ഈ വടി കണ്ണുപൊട്ടന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കണ്ണിന് കാഴ്ച കിട്ടിയാൽ പിന്നെ ആ വടി അവർ വലിച്ചെറിയില്ല. ആ വടി ഒരു ദൈവതുല്യനെ പോലെ അവർ എന്താക്കും, നല്ല രൂപത്തിൽ അത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ അവരെന്ത് ചെയ്യും, അതിനെ സംരക്ഷിക്കും. ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ അപ്ലൈ. നമ്മുടെ റാങ്ക് മാറിയാലും നമ്മൾ വരുമാനം കൂടിയാലും അപ്ലൈന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, തള്ളിപ്പറയാനോ കുറ്റം പറയാനോ നന്ദി പറയാതിരിക്കാനോ ഒരിക്കലും പാടില്ല. ഏത് സമയത്തും നമ്മൾ സംസാരിക്കുകയാണെങ്കിലും റാങ്ക് മാറാണെങ്കിലും അപ്ലൈനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ അപ്ലൈനാണ് നമുക്കിത് തന്നത്. ആ നന്ദി നമ്മൾ എപ്പോഴും കാണിക്കണം. നന്ദി കാണിച്ചാൽ നമ്മുടെ ടീമും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അവരും ഇത് തന്നെ ചെയ്യുള്ളൂ. നമ്മൾ നന്ദികേട് കാണിച്ചാൽ അവരും ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നമ്മളോടും അവർ നന്ദികേട് കാണിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ അപ്ലൈനെ മോശാക്കാനോ പ്രോഗ്രാമിനെ തള്ളിപ്പറയാനോ പ്രോഗ്രാമിനെ മൈൻഡ് ചെയ്യാതിരിക്കാനോ ഒരിക്കലും മൈൻഡ് ചെയ്യണം. നല്ല രൂപത്തിൽ ഇത് രണ്ടും മാത്രം മതി നമുക്ക് വിജയിക്കാൻ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ സഹിക്കുക. നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിന്റെ എംബ്ലം പോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്. ചിലപ്പം പൊന്തും, ചിലപ്പം താവും, പിന്നെ പൊന്തും, പിന്നെ താവും. ഇങ്ങനെ നല്ലൊരു റാങ്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിന് താഴ്ചയില്ല. അത് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലിന്റെ എംബ്ലം ഇടക്കിടക്കൊന്ന് എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് പ്രയാസം വരുമ്പോൾ മൈ ലൈഫ് സ്റ്റൈലിന്റെ എംബ്ലം നോക്കുക. ഒന്ന് പൊന്തുക, ഒന്ന് താകുക, ഒന്ന് പൊന്തുക, ഒന്ന് താകുക. ഇങ്ങനെ ഇടക്കിടക്ക് വലിയ വലിയ റാങ്കിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ തകർച്ചയൊക്കെ വരും. അതൊരിക്കലും സ്ഥിരമായിട്ടുള്ള തകർച്ചയല്ല.
അപ്ലൈനെയും പ്രോഗ്രാമിനെയും മുറുകെ പിടിച്ചുകൊണ്ട് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾക്കൊക്കെ ഡയമണ്ട് ആകാൻ പറ്റും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നമ്മള് വിടാൻ പാടില്ല, വിട്ടുപോകാൻ പാടില്ല. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ബിസിനസ് വിട്ടുപോകരുത്. ബിസിനസ്സിൽ നിങ്ങൾ കടിച്ചു തൂങ്ങണം, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നാലാ നമ്മൾ ഇത് വിജയിക്കുള്ളൂ. പ്രയാസങ്ങളും കുറ്റപ്പെടുത്തലും കളിയാക്കലും ഒക്കെ ഉണ്ടാകും. ഇപ്പൊ നാളൊരു ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടർ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ചോദിക്കുക, ഇപ്പൊ മറ്റേ പരിപാടി ഒന്നും ഇല്ലേ? ഏത് മറ്റേ പരിപാടി? ഇങ്ങനെ മറ്റേ പരിപാടിയൊക്കെ ആക്കിയിട്ട് ഇതിനെന്താക്കും, ആളുകൾ ചോദിക്കും. അപ്പൊ എന്ത് പരിപാടി? ആ മരുന്നച്ചോടെ. ഇങ്ങനെയൊക്കെ നമ്മളോട് പറയും. അതൊക്കെ നമ്മൾ ക്ഷമിക്കുക. കുറ്റം പറയുന്നവരും കളിയാക്കുന്നവരൊക്കെ ഒരു സമയത്ത് നിങ്ങളെ പൊക്കി പറയുന്ന ഒരു അവസ്ഥ വരും. അവൻ അപ്പോഴേ ഇതിൽ ഏറ്റെടുത്തപ്പോഴേ എനിക്കറിയാം അവൻ ഇതിൽ വിജയിക്കുന്നു. ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും വരും. അതുകൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുക, അപ്ലൈന്റെ കൈ വിടരുത്, മുറുകെ പിടിക്കുക. അപ്ലൈനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, കൗൺസിലിംഗ് തേടുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ ഇതിൽ വരുത്തേണ്ടതെന്ന് ചോദിച്ച് ആ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഇതിൽ കോടികൾ വരുമാനമുള്ള ഡയമണ്ടുകളാക്കി മാറ്റാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഡയമണ്ടുകളായി ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നാളത്തെ ഡയമണ്ടുകളായി, റോയൽ ഡയമണ്ടുകളായി, ക്രൗൺ ഡയമണ്ടുകളായി, കമ്പനിന്റെ തലപ്പത്ത് വരെ എത്താൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാമുകൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. നമുക്കൊക്കെ ഒരുമിച്ച് വിജയിക്കാം. അതിനുള്ള കഴിവും ആരോഗ്യവും ആയുസ്സൊക്കെ സർവശക്തൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ചും SDGയിലെ എല്ലാ ലീഡേഴ്സിനും, അൽതാഫ് സാർ തുടങ്ങി, നിശാന്ത് സാർ തുടങ്ങി, അതുപോലെ തന്നെ നമ്മുടെ അപ്ലൈൻ മെന്റർ, നമ്മുടെ ഫൗണ്ടറും കൂടിയായ മനോജ് സാറിനൊക്കെ ആശംസകളും നന്ദികളും അറിയിച്ചുകൊണ്ട് എന്റെ ടീമിനും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ പങ്കെടുത്ത എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മാലേ സ്റ്റൈൽ, ജയ് സക്സസ് ഗ്ലോബൽ. അസ്സലാമു അലൈക്കും.